ഇന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ബ്ലോഗ് അതും AI ഉപയോഗിച്ച് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 ചൂസ് യുവർ നീഷ്. അതായത് നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഞാൻ ഫാഷൻ ബ്ലോഗാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് 2 നെയിം യുവർ ബ്ലോഗ്. ബിസിനസ് നെയിം ജനറേറ്റർ ടൂളാണ് namelix.com. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്ന സെർച്ച് ബോക്സിൽ നമുക്ക് വേണ്ട കീവേഡ് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ജനറേറ്റ്. ദെൻ നമുക്ക് വേണ്ട സ്റ്റൈൽസ് ഓട്ടോ, റിയൽ വേർഡ്സ്, എക്സാമ്പിൾസ് വെച്ചിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഓട്ടോമാറ്റിക്കലി ഒരുപാട് നെയിംസ് ജനറേറ്റ് ചെയ്ത് വരും. അതിൽ നിന്നും നമുക്ക് വേണ്ട ലിസ്റ്റിൽ നിന്നും നമുക്ക് വേണ്ട ഒരു പേര് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മോഡെക്സ് എന്നൊരു നെയിമാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. canva.com ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എ ഡിസൈൻ എന്ന് കാണിക്കുന്ന ബോക്സിൽ ലോഗോ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരുപാട് ലോഗോ ടെംപ്ലേറ്റ്സ് കിട്ടും. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മളുടെ ബ്ലോഗിന് ആവശ്യമായ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യലാണ്. ഇവിടെ ChatGPT യൂസ് ചെയ്ത് കറക്റ്റായ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. റൈറ്റ് എ ബ്ലോഗ് ഓൺ നമ്മൾ ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ബ്ലോഗ് കോണ്ടൻറ്റ് ഇവിടെ ലഭിക്കുന്നതാണ്. പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് നമ്മളുടെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോം blogger.com ആണ്. blogger.com ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് എ ബ്ലോഗ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് ബ്ലോഗിന് ആവശ്യമായ ഒരു ടൈറ്റിലാണ്. അതിനുശേഷം വരുന്ന ബോക്സിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ന്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് കോണ്ടൻറ്റ് നമ്മുടെ ബ്ലോഗ് പോസ്റ്റിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്.
കണ്ടൻ്റൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഒരു ഇമേജ് ചൂസ് ചെയ്യാം. ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി canva.com ഓപ്പൺ ചെയ്ത് നമുക്കൊരു ബ്ലോഗ് ബാനറാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്ലോഗ് ബാനർ ടെംപ്ലേറ്റ് നമുക്ക് അത് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വെറൈറ്റി ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ freepik.com ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരുപാട് ഇമേജസ് വരുന്നതായിരിക്കും. ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് ക്യാൻവയിൽ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ബാനർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പോസ്റ്റേഴ്സ്, യൂട്യൂബ് തംബ്നെയിൽ, ഇൻസ്റ്റാഗ്രാം റീൽസ്, വീഡിയോസ് എല്ലാം നമുക്ക് canva.com ഈസി ആയിട്ട് റെഡിയാക്കാൻ സാധിക്കും. ക്യാൻവയിൽ അതുപോലെ നമുക്ക് ടെക്സ്റ്റ് അലൈൻമെൻറ്റ്, കളേഴ്സ്, ഇമേജ് എഡിറ്റിംഗ്, എലമെൻറ്റ്സ്, ഡിസൈൻസ് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് canva.com. അങ്ങനെ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്ത ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ബ്ലോഗിൽ ഇമേജ് ഐക്കൺ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് ഇമേജ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന ബോക്സിൽ ഓൾട്ട് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ഇമേജ് ഡിസ്ക്രിപ്ഷനും കൊടുത്ത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൈസ് സ്മോൾ, മീഡിയം, ലാർജ് എന്നതിലേക്ക് എന്നത് കൊടുത്ത് നമുക്ക് ആ ഒരു സെക്ഷൻ അപ്ഡേറ്റ് ചെയ്യാം. തീം സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ബ്ലോഗിനൊരു നല്ലൊരു തീം സെറ്റ് ചെയ്യാവുന്ന. നെക്സ്റ്റ് എങ്ങനെയാണ് ബ്ലോഗിൽ ലിങ്ക്സ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ലിങ്ക് ഐക്കൺ ക്ലിക്ക് ചെയ്ത് 2 ടൈപ്സ് ലിങ്ക്സ് ആണ് ഉള്ളത്. ഒന്ന് ഇൻറ്റേർണൽ ലിങ്ക്സ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ ലിങ്ക്സ്. ഇൻറ്റേർണൽ ലിങ്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലോഗിൽ നിന്നും നമ്മളെ ബ്ലോഗിൽ വേറൊരു പേജിലേക്ക് നമ്മൾ ലിങ്ക്സ് കൊടുക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ ലിങ്ക്സ് എന്ന് പറയുന്നത്. എന്നാൽ എക്സ്റ്റേണൽ ലിങ്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലോഗിൽ നിന്നും ഔട്ട്സൈഡ് ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ലിങ്ക് കൊടുക്കുമ്പോൾ അതിനെ എക്സ്റ്റേണൽ ലിങ്ക്സ് എന്നും പറയുന്നു. ലിങ്ക് URL നമുക്ക് ലിങ്ക് ഐക്കൺ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകുന്നു. അതുകൂടെ തന്നെ നമ്മളുടെ ഒരു ബ്ലോഗ് പോസ്റ്റ് നമുക്ക് സെർച്ച് റിസൾട്ട്സിൽ അത് പെട്ടെന്ന് ഇൻഡെക്സ് ചെയ്യാനും ഇതുവഴി സാധിക്കുന്നു. blogger.comൻ്റെ ഡാഷ്ബോർഡിൽ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അതായത് നമ്മളുടെ പോസ്റ്റിൽ വ്യൂസ് എത്രയാണ്, ടോട്ടൽ വ്യൂസ്,
എല്ലാം നമുക്കറിയാൻ സാധിക്കും. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു സെക്ഷനാണ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൽ ഏത് എഡിറ്റിംഗ് വേണമെങ്കിലും നടത്താനും നമ്മൾ പോസ്റ്റിൻ്റെ സെറ്റിങ്സ് എല്ലാം ചെയ്യാനും സാധിക്കും. പിന്നെ വരുന്ന വേറൊരു ഓപ്ഷനാണ് ലേഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഗാഡ്ജറ്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോളോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ ലേഔട്ടിൽ പോയി നമുക്ക് വേണ്ട സൈഡ് ബാറിൽ ഒരു ഫോളോ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ബ്ലോഗിലേക്ക് ഫോളോവേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും.